ഹമാസ് എന്ന ഭീകര പ്രസ്ഥാനത്തെ ഇന്ത്യ നിരോധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഏകദേശം ഒരു വർഷം മുമ്പ് ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഇന്ത്യ ഗവൺമെൻറ്റിനോടും, അതേപോലെ അമേരിക്ക ആവശ്യപ്പെട്ടു, UK ആവശ്യപ്പെട്ടു. അവരെല്ലാം പറഞ്ഞു ഇന്ത്യ ഗവൺമെൻറ്റിനോട് ഹമാസിനെ ഇന്ത്യ ഗവൺമെൻറ് ബാൻ ചെയ്യണം, ഹിസ്ബുള്ളയെ ബാൻ ചെയ്യണം, ഹൂത്തികളെ ബാൻ ചെയ്യണം. ഇവരെയൊക്കെ യുണൈറ്റഡ് നേഷനും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളെല്ലാം ബാൻ ചെയ്തിരിക്കുകയാണ്. ഇസ്രായേൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഇസ്രായേലി മീഡിയയിൽ അതിൻ്റെ ചെറിയ വാർത്ത കൊടുത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇപ്പോൾ ഹൽഗാൻ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ അതിനകത്ത് ബന്ധപ്പെട്ട് പറയുന്ന ഹമാസ് ചെയ്ത പോലെയുള്ള ഈ ടെറർ ഓപ്പറേഷനാണ് ഇവർ കാശ്മീരിൽ ചെയ്തത്. അപ്പം അതിനുശേഷം 2 ദിവസം കഴിഞ്ഞാണ് അമേരിക്കൻ ഒഫീഷ്യൽസും ഇസ്രായേലി ഒഫീഷ്യൽസും ഇതേ കാര്യം പറയുന്നത്. ഹമാസുമായിട്ട് ബന്ധമുണ്ട്, ഇവർക്ക് ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഹമാസിൻ്റെ ഓപ്പറേഷനാണ്. നിങ്ങളത് കണ്ടു കാണും. ഇതിനകത്ത് പറയും ഞാനിത് ക്ലെയിം ചെയ്യുമെന്നും അല്ല. ഞാൻ ഈ പഴയ സംഭവങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എന്നിട്ടാണ് ആദ്യത്തെ ആ വീഡിയോ ഞാൻ അങ്ങനെ ചെയ്യാനുണ്ടായത്. കാരണം ഇസ്രായേലിൽ ഇതേപോലെയുള്ള കൂടുതൽ അവിടെ ടൂറിസ്റ്റുകളും മറ്റുള്ള ആൾക്കാരും എല്ലാം ഒത്തുകൂടിയ സംഭവത്താണ് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഹമാസ് കയറി അറ്റാക്ക് ചെയ്യുന്നു October 8. ഇതും കാശ്മീരിൽ ഹാൽഗാലിൽ ഇതേ തന്നെയാണ് ഇഷ്യൂ ഉണ്ടായേക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് കോയിൻസൈഡ് ചെയ്തിട്ട് ഒരുമിച്ച് പറഞ്ഞിട്ട് ഇത് പറയാനുണ്ടായ കാരണം? ഇനിയും നിങ്ങൾ ആലോചിക്കണം, ഹമാസിനെ ഇന്ത്യ ബാൻ ചെയ്യണോ വേണ്ടായോ എന്നുള്ളത് എൻ്റെ അസംഷനാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. അതായത് അമേരിക്കൻ ഇൻ്റലിജൻസ്, ഇസ്രായേലി ഇൻ്റലിജൻസ്, ഇന്ത്യൻ ഇൻ്റലിജൻസും കൺഫേം ചെയ്ത കാര്യമാണ്. ഹമാസിൻ്റെ ഏകദേശം 4ഓളം പേര് സീനിയർ ആയിട്ടുള്ള ടെറർ ഓപ്പറേറ്റീവ്സ് പാകിസ്ഥാനിൽ വന്നിരുന്നു. റാവൽപിണ്ടിയിൽ ഇവർ കാശ്മീരി അത് ലസ്കറി തോയ്ബയായിട്ടും ജെയ്ഷി മുഹമ്മദിൻ്റെ ഓഫീസിൽ ഇവർ വന്ന് 2ഓളം മീറ്റിങ്ങുകളും സോളിഡാരിറ്റി കാശ്മീർ എന്ന് പറഞ്ഞ കോൺഫറൻസിൽ ഇവർ പങ്കെടുത്തു. അത് കഴിഞ്ഞ് റാവൽപിണ്ടിയിൽ വെച്ചുണ്ടായി, അതിന് ഇവർ പങ്കെടുത്തു. അത് കഴിഞ്ഞ് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലുണ്ടായി. അത് പിന്നെ വന്ന് 4, പിന്നെ അത് 12ആയി. ഇതെല്ലാം കണ്ടിട്ടാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. അതായത് 2-3 പ്രാവശ്യം കഴിഞ്ഞ് അവർ കഴിഞ്ഞ് 2024 ഡിസംബറിൽ ആവശ്യപ്പെട്ടു ഈ പറയുന്ന ഹമാസിനെ ഇന്ത്യ ബാൻ ചെയ്യണം. പക്ഷെ ഇന്ത്യ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇപ്പം എന്താണ് അവിടെ വെച്ചുള്ള കോൺവെർസേഷൻ എന്നുള്ള സംഭവം ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തു വരുന്ന അമേരിക്കൻ ഇൻ്റലിജൻസ് ഒഫീഷ്യൽസും അത് RIW എല്ലാം കൺഫേം ചെയ്യുന്നുണ്ട്. സെയിം ഓപ്പറേഷൻ, അതായത് ഇസ്രായേലിലെ ഹമാസ് നടത്തിയ സെയിം ഓപ്പറേഷനിലാണ് കാശ്മീരി നടത്തിയത്. അപ്പം എന്തുകൊണ്ടാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ഹമാസിനെ ബാൻ ചെയ്യണം? അപ്പം ആ സംഭവത്തിലോട്ട്, അസംഷനിലോട്ട്, ആ സംഭവം അനാലിസിസ് ആണ് ഈ വീഡിയോയ്ക്കകത്ത് കൂടുതൽ പറയുന്നത്. ഇപ്പം ലോകത്തിലെ ഈ ഹമാസ് എന്ന് പറയുന്നത്, ഹിസ്ബുള്ള എന്ന് പറയുന്നതും ഹൂത്തികൾ എന്നൊക്കെ പറയുന്നത്, ഇവരുടെ ഏറ്റവും മുമ്പിലുള്ള ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇസ്രായേല്, മറ്റൊരു ശത്രു അമേരിക്കയാണ്. അപ്പം ഇവർക്ക് ഡയറക്റ്റ് ഇന്ത്യ ശത്രു അല്ല. അപ്പം അതുകൊണ്ടാണ് ഇന്ത്യ അവരെ ബാൻ ചെയ്യാത്തത്. പക്ഷെ എന്തുകൊണ്ടാണ് പറഞ്ഞ് ഇസ്രായേൽ ഇവരെ ബാൻ ചെയ്യണമെന്ന് അതിലോട്ട് കയറാം. എന്താണ് റീസൺ? അമേരിക്ക എന്തുകൊണ്ട് പറഞ്ഞു ഇവരെ ബാൻ? അതിലോട്ട് കയറാം. ഇപ്പം ഇസ്രായേലാണ് ഇന്ത്യക്ക് മിലിറ്ററി ആയിട്ട് ഹാർഡ്വെയർ ആണെങ്കിലും നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയും അതേപോലെ ടെററിസവുമായിട്ടുള്ള ഇൻ്റലിജൻസ് ഷെയറിങ് ചെയ്യുന്ന 2 രാജ്യങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും. നമുക്ക് വെപ്പൺസ് കയറുന്നുണ്ട്, സ്ട്രാറ്റജി ഉണ്ട്, മറ്റു പലതുമുണ്ട്. ഇസ്രായേലിന് ഹമാസിനെതിരെയും ഗാസയ്ക്കെതിരെയും ഇറാനെതിരെയും മറ്റോടത്തും വെപ്പൺസ്, അതായത് ഷെല്ലുകൾ ഉറുദു ഇന്ത്യയിൽ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോഴീ ഹമാസിന് അപ്പോൾ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലുള്ള ഈ ടെറർ ഗ്രൂപ്പിന് അറിയാം അവരുടെ ഏറ്റവും വലിയ അടുത്ത പാർട്ണറാണ് ഇന്ത്യ. അപ്പം ഇന്ത്യ എങ്ങനെ അറ്റാക്ക് ചെയ്യും? ഇന്ത്യ എങ്ങനെ ഈ ഭാഗം ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും മാറ്റും? അതിന് കാശ്മീരാണ് പറ്റിയ സാധനം. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വൈറ്റൽ പോയിന്റ് എന്ന് പറയുന്നത്.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാശ്മീരി ടെററിസ്റ്റെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ളവർ ഹമാസും എല്ലാവരും കൂടി അവരതിനെ റീമോഡിഫൈ ചെയ്തിട്ട് ഈ മറ്റുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള, അതായത് മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിലുള്ള ഹമാസിനും ഇവർക്കും വേണ്ടിയാണ് ഈ ലഷ്കർ ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഏതെങ്കിലും രീതിയിൽ കാശ്മീർ ഇഷ്യൂ ഇന്ത്യയെ ഡിസ്ബാൻഡിൽ ചെയ്യുക, അതാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം. അതാണ് ഇസ്രായേൽ അമേരിക്ക പറഞ്ഞ ഇവന്മാരെ ബാൻ ചെയ്യുക. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കാര്യം എന്തുവാ? കാരണം ഇന്ത്യയുമായിട്ടുള്ള സ്ട്രാറ്റജിയും മറ്റുള്ള പല ബന്ധങ്ങളും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ത്യ അതിൻ്റെ അകത്തുനിന്ന് പിന്മാറും. അതുകൊണ്ടാണ് അവർ ഈ കാശ്മീർ ഈ പറയുന്ന ഇന്നസെൻ്റ് ആൾക്കാരെ പിടിച്ച് കൊല്ലുന്നത്. കാരണം ഇവർക്ക് അമേരിക്കയായിട്ടൊന്നും ഏറ്റുമുട്ടാൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്ന ഇന്ത്യയുടെ കാരണം ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു ത്രികോണ രീതിയിലാണ് ഇന്ത്യ ഈ 3 രാജ്യങ്ങളുമായിട്ട് ഈ ഭൂഖണ്ഡത്തിൽ വളരെ വ്യക്തമായ ശക്തമാണ്. ഇതിനകത്ത് ഇവർ ഹമാസ് ഈ പറയുന്ന കാശ്മീരി ലഷ്കർ ആണെങ്കിൽ ജെയ്ഷ് ഇ മുഹമ്മദിനെ ഉപയോഗിച്ച് വയ്ക്കുവാണ്. പിന്നീട് എന്താണ് എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്? അതായത് ഈ ഹമാസിന് പിന്തുണ കൊടുക്കുന്ന കൂട്ടത്തിൽ അവർ പറയുന്നത് ഇന്ത്യ ബാൻ ചെയ്തില്ലേ. ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള പ്രവാസികളാണെങ്കിലും മിഡിൽ ഈസ്റ്റിലും ജോലി ചെയ്യുന്ന പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരൊക്കെ ഈ ഹമാസിന് ഫണ്ട് ചെയ്യുന്നവരുണ്ട്. ഇത് ഞാൻ പറഞ്ഞൊന്നുമല്ല, ഇവിടുത്തെ ഇൻ്റലിജൻസ് ഏജൻസികളൊക്കെ പറഞ്ഞു. അവിടെ പോയിട്ട് അവർ അല്ലെങ്കിൽ അവിടുത്തെ ദോഹയെന്ന് അയാൾ കേരളത്തിൽ പ്രസംഗിക്കത്തില്ലല്ലോ. അപ്പം ഈ ഒരു ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പണം എടുത്ത് ഇന്ത്യക്കെതിരെ പല ചാനലൈസ് ചെയ്ത് ഈ പറയുന്ന കാശ്മീരി ഭീകരന്മാർ ആ ത്രൂ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും പറഞ്ഞ് ഇതിനെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹമാസിന് പോകുന്ന എല്ലാ റൂട്ടുകളും ബ്ലോക്ക് ആയിപ്പോകും. കാരണം ആരൊക്കെയാണ് സഹായിക്കുന്നത് അവരെ പിടിച്ചകത്തിട്ട് നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ, അതായത് ഒരു വേ എന്ന് പറയുന്നത് ബ്ലോക്ക് ആയിപ്പോകും. ഒരു മൾട്ടിപ്പിൾ റീസൺ ഉണ്ട് എന്തുകൊണ്ട് ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂത്തികളാണെങ്കിലും മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ ഈ പറയുന്ന ടെറർ ഔട്ട്ഫിറ്റുകളെ ബാൻ ചെയ്യണമെന്ന് ഈ രാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആദ്യം മടി കാണിച്ച് ഇപ്പം ഗവൺമെൻറ് പിടികിട്ടി ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത് ഒരു ഇൻ്റർനാഷണൽ ടെററിസം, പാകിസ്ഥാൻ മാത്രമൊന്നുമല്ല. അതിൻ്റെ പുറകിൽ ഹമാസ് ഉണ്ട്, ഹിസ്ബുള്ളയുണ്ട്, ഹൂത്തികളുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ അവരുടെ മിലിഷ്യ സഹായം ചെയ്യുന്ന ഇറാൻ ഇന്ത്യയോട് ഉടക്കത്തില്ല. കാരണം ഇറാനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഓയിൽ ഫോർ ഫുഡ് എന്നും പറഞ്ഞ് അവിടുന്ന് ഓയിൽ മേടിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഇങ്ങനെയുള്ള ഈ ഓർഗനൈസേഷൻ പാകിസ്ഥാനിലുള്ള അവർക്ക്, അതായത് അവിടുത്തെ ഗവൺമെൻറ് പട്ടാളം അവരെ സഹായിക്കുക. അപ്പം അറിയാൻ സാധിച്ച പത്താൻകോട്ടിലാണ്, റാവൽപിണ്ടിയിലാണെങ്കിലും ഇസ്ലാമാബാദിലും പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലും കറാച്ചിയിലും ഒക്കെ ഈ കോൺഫറൻസും മീറ്റിംഗും നടന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ കൊടുത്തത് ഈ പാകിസ്ഥാൻ പട്ടാളത്തിലെ മിലിറ്ററി എയർക്രാഫ്റ്റ്. ഇതൊക്കെ ഇസ്രായേലി അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ആ പറയുന്ന ഇൻ്റർവ്യൂലൊക്കെ പറയുന്നുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മളെന്തിനാ ഹമാസിന് ഈ സാധനത്തെ ഓപ്പണായിട്ട് വെച്ചുകൊണ്ടിരിക്കും? നമ്മൾ ബ്ലാങ്കറ്റായിട്ട് ഇതിനെ ബാൻ ചെയ്യണം. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ പിടിച്ച് നല്ലപോലെ നടപടിയെടുക്കണം. അങ്ങനെ നടപടിയെടുത്താൽ അതിന് പിന്തുണ കൊടുക്കുന്ന മുസ്ലിം ലീഗ് ആണെങ്കിലും കേരളത്തിലെ സുതാപ്പികളാണ് പിന്നെ പേടിച്ചു. അതിനെ ബാൻ ചെയ്തിട്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇവർക്ക് സഹായം കൊടുക്കുന്നവർക്കെതിരെ അവർ ഇന്ത്യയിൽ വന്നു കഴിയുമ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോടും പറയണം, UAE-യോടും സൗദിയോടും മറ്റുള്ള രാജ്യങ്ങളോടും പറയണം. ഇവരിങ്ങനെ അതേപോലെയുള്ള ഓർഗനൈസേഷൻ അവരെ ഇൻ്റലിജൻസ് അലേർട്ട് കൊടുക്കണം. അങ്ങനെ സഹായം കൊടുക്കുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് നേരെ ഇന്ത്യയിലോട്ട് പറഞ്ഞു വിടും. അപ്പോഴീ കേരളത്തിൽ ഈ സുഡാപ്പികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ ഭയന്നു പോകും. കാരണം അവർക്കെതിരെ നടപടിയെടുക്കും. ഇതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതായത് വീണ്ടും ഞാൻ ആവർത്തിക്കുക, എന്താണ് അതിൻ്റെ റീസൺ? നമ്മൾ ഇസ്രായേലും അമേരിക്കയായിട്ടുള്ള ബന്ധം. ഇവർ റഷ്യക്കെതിരെ ഒന്നുമില്ല, ഇന്ത്യക്കെതിരെയാണ് ഈ കാശ്മീരി ഭീകരന്മാരെ മറ്റുള്ള ഭീകരരെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ഒരു ജിഹാദി വാർ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മൾ ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള ബന്ധം തകർക്കാൻ ഉറപ്പായിട്ടും എക്സ്റ്റേണലി ചിലപ്പോൾ ഇറാൻ്റെയൊക്കെ സപ്പോർട്ടുണ്ട്, പക്ഷെ പ്രത്യക്ഷത്തിലില്ല. പക്ഷെ ഇതേപോലെയുള്ള മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിലെ മിലിഷ്യ ഓർഗനൈസേഷൻ ഇവർ ത്രൂ സപ്പോർട്ടോടുകൂടി ഇന്ത്യയിൽ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മളിത്
മൗനമായിട്ടിരിക്കരുത്, നമ്മൾ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണം. ഈ സംഘടനകളെ പൂർണ്ണമായിട്ടും ബാൻ ചെയ്യണം. കാരണം ഈ സംഘടനകളെ സഹായിക്കുന്ന പലരെപ്പറ്റിയും പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, ഇന്ത്യക്കാരുടെ പല വഹാബി സലഫി എലമെന്റ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പം അതിനെതിരെ നടപടി എടുക്കാൻ മോദി ഗവൺമെന്റും അതായത് ആഭ്യന്തര മന്ത്രാലയം എത്രയും വേഗം തുനിഞ്ഞാൽ മാത്രമേ ഇതിനൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. കാരണം ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞപ്പം 2 ദിവസം കഴിഞ്ഞ് വളരെ പ്രത്യക്ഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു. എന്താണ് ഹമാസ്, എന്താണ് ഈ പറയുന്ന കാശ്മീരി ലഷ്കർ ആണെങ്കിലും ജെയ്ഷ് ഇ മുഹമ്മദ് ആണെങ്കിലും ഈ പറയുന്ന റെസിസ്റ്റൻസ് ഫോഴ്സ് ഈ പറയുന്ന തീവ്രവാദികൾ, ഇവർക്ക് എവിടുന്നാണ് ഈ സഹായം കിട്ടിയത്? ഇതിൻ്റെ ഓരോന്നും ഡിസൈൻ ചെയ്ത ആരാ, പുറകിൽ ആരാണ്? ഓരോന്നും നിങ്ങൾ കേൾക്കുമ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ് ഇവിടുന്ന് വന്നു എങ്ങോട്ട് പോയി. അതിനെപ്പറ്റി കൂടുതൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെ പ്രൊആക്റ്റീവായിട്ട് ഇവന്മാരെ ബാൻ ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലുള്ളവന്മാരെ ഇവന്മാരെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ ഇവന്മാർക്കങ്ങ് പേടിയാം. ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ആവശ്യമായിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്.